അലയൻസ് ടയേഴ്സ് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ടയറുകളാണ്. അഗ്രികൾച്ചർ മെഷീനറികൾക്കുള്ള ടയറുകളാണ് ഇപ്പോൾ ഇവിടെ പ്രദർശനത്തിലുള്ളത്. അഗ്രി ഇൻഡെക്സ് 2025 കൊഡീസിയ എക്സ്പോയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ കമ്പനി എല്ലാ വാഹനങ്ങളുടെയും ടയറുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അഗ്രികൾച്ചർ എക്സ്പോ ആയതുകൊണ്ടാണ് ഈ അഗ്രികൾച്ചർ മെഷീനറികളുടെ ടയറുകൾ മാത്രമേ ഇവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്രാക്ടറുകൾ, ടില്ലറുകൾ, ഹാർവസ്റ്ററുകൾ, JCB, ടൈലറുകൾ, അങ്ങനെയുള്ള എല്ലാ മെഷീനുകളുടെയും ടയറുകൾ ഇവിടെയുണ്ട്. റേറ്റുകളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ക്വാളിറ്റിയിലും നല്ല ക്വാളിറ്റി ടയറുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പ്രധാനമായിട്ടും ടയറുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറും കമ്പനി മാത്രം നോക്കിയിട്ട് വാങ്ങിക്കരുത്. കാരണം ചില കമ്പനികൾ, പുതിയ കമ്പനികളൊക്കെ വരുമ്പോൾ നല്ല വിദേശത്തേക്കുള്ള നല്ല കമ്പനി ടയറുകളാവാം. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചൊക്കെ ഇവിടെ തുടങ്ങിയിട്ട്, ഇന്ത്യയിലൊക്കെ തുടങ്ങിയിട്ടാണ് ഇവർ പുതിയ ടയറുകളൊക്കെ ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് മെഷീനിങ് പോലെയുള്ള ടയറുകളൊന്നും ആദ്യം നമ്മൾ കേൾവി ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ MRF, അപ്പോളോ പോലെയുള്ള ടയറുകളെക്കാളും വലിയ ലോറി, ട്രക്ക് അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ 10,000 കിലോമീറ്ററിനൊക്കെ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ടയറുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ ടയറുകളൊക്കെ വാങ്ങുമ്പോൾ എല്ലാ കമ്പനി ടയറുകളുടെയും റേറ്റ് ചോദിച്ച് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി ഇട്ട് വേണം നമ്മൾ ടയറുകൾ വാങ്ങിക്കാൻ. ഇപ്പോൾ MRFൻ്റെ ടയറുകൾക്ക്, ചില ടയറുകൾക്കൊക്കെ ട്രാക്ടറിൻ്റെ വലിയ വീലിൽ കൊടുക്കുന്ന ടയറുകൾക്കൊക്കെ എഡ്ജ് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. എന്നാലും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ടയറുകൾക്കുണ്ടാവും. കമ്പനി ടയറുകൾക്കൊക്കെ ഉണ്ടാവാം, നമ്മൾ അറിയപ്പെടുന്ന കമ്പനി ടയറുകൾക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും പുതിയ കമ്പനി ടയറുകൾക്ക്. എന്തായാലും പുതിയൊരു കമ്പനി ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ക്വാളിറ്റിയിലാവും അത് കമ്പനി ലോഞ്ച് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.